സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 1925 സെപ്റ്റംബർ 27 നാഗ്പൂരിലാണ് RSS ജനിക്കുന്നത്. RSSൻ്റെ ജന്മനിയോഗം എന്തായിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞതാണ്. ആ ജന്മനിയോഗങ്ങളിലൊന്ന് ഗാന്ധിയെ കൊലപ്പെടുത്തലായിരുന്നു, മറ്റൊന്ന് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയായിരുന്നു, വേറെയൊന്ന് ഗുജറാത്തിലെ വംശഹത്യയായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള വർഗീയ സംഘർഷങ്ങളായിരുന്നു. ഈ വിമർശങ്ങളൊക്കെയും RSSനെതിരെ വിവിധ കാലങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. RSS എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുമ്പോഴും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് അവർ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ആ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമുക്ക് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പാർലമെൻറ്റിലെ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ തെളിവായി നമ്മുടെ മുമ്പിലുണ്ട്. RSSൻ്റെ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വയാണ്. ഹിന്ദുത്വ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. പക്ഷേ അതിന് സാംസ്കാരികമായും സാമൂഹികമായും സാമ്പത്തികമായുമൊക്കെ സമൂഹത്തിൽ അള്ളിപ്പിടിക്കാൻ കഴിയുമെന്ന ഒരു സവിശേഷതയുണ്ട്. ഹിന്ദുത്വക്ക് പ്രവർത്തിക്കാൻ പ്രത്യേക പാർട്ടി വേണമെന്നില്ല. വേണമെങ്കിൽ RSSൻ്റെ രാഷ്ട്രീയ രൂപം BJP ആണ് എന്ന് പറയാം. പക്ഷേ ഹിന്ദുത്വ പ്രവർത്തിക്കണമെങ്കിൽ BJP തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ അത് കോൺഗ്രസ്സിലൂടെ പ്രവർത്തിച്ചേക്കാം, മറ്റു ചിലപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചേക്കാം, ചിലപ്പോഴത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചേക്കാം. ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം വിവിധ തലങ്ങളിൽ വ്യത്യസ്ത പാർട്ടികളിലൂടെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുമെന്നതിന് ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രവും RSSൻ്റെ നൂറ്റാണ്ടെത്തി നിൽക്കുന്ന ചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിന്ദുത്വ കേവലം ഒരു സാംസ്കാരിക പ്രമേയമല്ല. അതിന് അധികാരവുമായി ബന്ധമുണ്ട്, രാഷ്ട്രീയവുമായി ബന്ധമുണ്ട്. അത് സാമൂഹികമായി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഭരണതലത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, ജുഡീഷ്യറിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അധികാരമുള്ളപ്പോഴും അധികാരമില്ലാത്തപ്പോഴും ഹിന്ദുത്വക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വയെ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രതിനിധാനം ചെയ്യുന്ന വെറുപ്പിൻ്റെ അംശങ്ങളെ പൂർണ്ണമായി നിരാകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. അധികാരമുണ്ടായാലും അധികാരമുണ്ടായില്ലെങ്കിലും അവർക്ക് നിലനിൽക്കാൻ കഴിയുമെന്നൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട്. ഗാന്ധിയെ കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ ആണെന്ന് നമുക്കറിയാം. നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രചോദിപ്പിച്ച ആശയം ഹിന്ദുത്വയാണ് എന്നും നാഥുറാം ഗോഡ്സെയുടെ രാഷ്ട്രീയ ഗുരു VD സവർക്കറാണ് എന്നും VD സവർക്കർ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഹിന്ദുത്വ ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്നും നമുക്കറിയാവുന്നതാണ്. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് നാഥുറാം വിനായക് ഗോഡ്സെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ആ വിചാരണ കാലയളവിലുണ്ടായ തൻ്റെ അനുഭവങ്ങൾ ഗോഡ്സെ വീട്ടിലേക്ക് എഴുതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ രസകരവും കൗതുകകരവുമായ കാര്യങ്ങളിലൊന്ന്, കോടതി മുറിയിൽ എന്തുകൊണ്ട് ഞാൻ ഗാന്ധിയെ കൊന്നു എന്ന് ദീർഘസമയമെടുത്ത് വാദിച്ച് ക്ഷീണിച്ച് ജയിലിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് തനിക്കേറെ പ്രിയപ്പെട്ട കാപ്പിയുമായി ജയിലർമാർ കാത്തിരിക്കാറുണ്ടായിരുന്നുവെന്ന് ഗോഡ്സെ വീട്ടിലേക്ക് എഴുതുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ഒരാൾ, അയാൾ എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗ തലങ്ങളിൽ അക്കാലം മുതൽ സ്വീകരിക്കപ്പെട്ടത് എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി നമുക്കിതിനെ ഉദാഹരിക്കാവുന്നതാണ്. അങ്ങനെ ഉദ്യോഗ തലങ്ങളിൽ തന്നെ RSS സ്വാതന്ത്ര്യത്തിന് പിറകെ കടന്നുകൂടിയിട്ടുണ്ട്. ആ മനോനില പല നിലകളിൽ പല കാലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹചര്യവശാൽ കേരളത്തിൽ പോലും ആ മനോനില പങ്കിടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവല്ല എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് സംസ്ഥാനത്ത് വിവിധ കാലങ്ങളിലുണ്ടായ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിപ്പോഴിങ്ങനെ പറയാനുണ്ടായൊരു സാഹചര്യമുണ്ട്. ഇന്നലെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വരികയുണ്ടായി. MR അജിത് കുമാർ ആരാണ് എന്ന് നമുക്കറിയാം. സംസ്ഥാനത്തിൻ്റെ ADGP ആണ്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPയെ വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ആ ചുമതലയിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറ്റാൻ സന്നദ്ധമാകുന്നത്. എങ്ങനെയാണ് MR അജിത് കുമാർ വിവാദങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? അതിന് പല കൈവഴികളുണ്ട്. ഏറ്റവും പ്രധാനമായത് RSS നേതാക്കളുമായി MR അജിത് കുമാർ പുലർത്തി വന്ന അടുപ്പവും RSS നേതാക്കളെ നിരന്തരമായി സന്ദർശിച്ചതുമാണ്. RSSൻ്റെ ദേശീയ നേതാവ് ദത്താത്രേയ ഹൊസബലയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കമിട്ടതാണ് MR അജിത് കുമാറിനെ സമീപകാലത്ത് മാധ്യമങ്ങളിലേക്ക് വാർത്തകളിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനമായ സംഭവം. സംസ്ഥാനത്ത് ഭരണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് CPMൻ്റെ മുതിർന്ന നേതാവും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാരാണ്.
LDF സർക്കാരിന് കീഴിൽ ADGP ചുമതലയിലുള്ള ഒരാൾ എന്തിനാണ് RSS നേതാക്കളുമായി ബന്ധം പുലർത്തുന്നത്? ഹൊസബലയോട് മാത്രമല്ല, വേറെയും RSS നേതാക്കളുമായി ADGP അജിത് കുമാർ ബന്ധം പുലർത്തുന്നുണ്ട് എന്നും വിവിധ സന്ദർഭങ്ങളിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും കേരളത്തിൽ തന്നെ RSSൻ്റെ പ്രമുഖനായ നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയുണ്ടായി. അതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത് വസ്തുതയാണ് എന്ന വിവരമാണ് പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ADGP അജിത് കുമാർ RSS നേതാവ് ഹൊസബലയുമായി സന്ദർശനം നടത്തിയതിന് തൊട്ടുപിറകെ മുഖ്യമന്ത്രിക്ക് ആ വിവരം ഇൻ്റലിജൻസ് കൈമാറുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ അപാകം കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതേക്കുറിച്ച് അന്വേഷിക്കാനോ അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. പിൽക്കാലത്ത് ഏറെ കഴിഞ്ഞ് VD സതീശൻ അതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷമാണ് ആ ആരോപണം ഉന്നയിക്കപ്പെട്ട് 2-3 ആഴ്ച പിന്നിട്ടതിന് ശേഷമാണ് ADGPക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിറകെ പോലും അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. LDFലെ രണ്ടാം കക്ഷിയായ CPI തന്നെയും കടുപ്പിച്ച് സംസാരിച്ചു അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ. അജിത് കുമാറിനെ പോലൊരാൾ സംസ്ഥാനത്തെ ADGP ആയിരിക്കുന്നതിലുള്ള ധാർമ്മികമായ പ്രശ്നവും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്തെല്ലാം അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാനോ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സന്നദ്ധമായില്ല. അതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ CPMുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ CPM പ്രൊഫൈലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ സെൻകുമാറിനെതിരെ നടപടിയെടുക്കുകയും സെൻകുമാർ കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ DGP ആയി തീരുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ADGP അജിത് കുമാർ കോടതിയെ സമീപിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിന് നാണക്കേടാകും എന്നതുകൊണ്ടാണ് റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണമെന്നും സാവകാശമുണ്ടാകണമെന്നും അതിനു മുമ്പ് മാറ്റേണ്ടതില്ല എന്നും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നൊരു വിശദീകരണം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ അത് വസ്തുതയ്ക്ക് നിരക്കുന്നതായിരുന്നില്ല. എന്തുകൊണ്ട്? 2006 പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായൊരു നിരീക്ഷണം നടത്തിയിരുന്നു. സംസ്ഥാനങ്ങളിൽ DGPമാരായി നിയമിക്കപ്പെടുന്നവർക്ക് 2 വർഷമെങ്കിലും തുടർച്ചയായി സർവീസ് അനുവദിക്കണമെന്നതാണ് സുപ്രീം കോടതി അന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. മാറിവരുന്ന ഭരണകൂടങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച്, രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ട് രാഷ്ട്രീയമോ ഭരണപരമോ ആയ കാരണങ്ങളാൽ നീതിപൂർവകമായി പ്രവർത്തിക്കാനുള്ള DGPയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത് എന്നുകൂടിയാണ് സുപ്രീം കോടതി അന്നത്തെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ വിധിയാണ് യഥാർത്ഥത്തിൽ സെൻകുമാറിന് അനുകൂലമായി തീർന്നിട്ടുള്ളത്. ആ വിധിയെ ആസ്പദിച്ചാണ് തനിക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും DGPയായി അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുന്നത്. പക്ഷേ ADGPമാരുടെ കാര്യത്തിൽ ഈ തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളോ ഒരു ഉത്തരവോ നിലവിലില്ല. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന്, അപ്രധാനമായൊരു തസ്തികയിലേക്ക് മാറ്റുന്നതിന് ഭരണഘടനാപരമായ നിയമസംബന്ധിയായ ഒരു തർക്കവും ഒരു തടസ്സവും നിലവിലില്ല. അങ്ങനെ അപ്രധാന തസ്തികയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ചുമതലകളിൽ നിന്ന് മാറ്റുകയോ ചെയ്യുന്നത് കൊണ്ട് ADGP ആയിരിക്കുന്ന ഒരാൾക്ക് കോടതികളെ സമീപിക്കാനോ അനുകൂല ഉത്തരവ് സമ്പാദിക്കാനോ കഴിയില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ADGPയെ ചുമതലയിൽ നിന്ന് മാറ്റാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് സന്നദ്ധമായില്ല എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പിന്നീട് DGPയുടെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിന്മേലുള്ള നടപടി എന്ന നിലയ്ക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ നീക്കം ചെയ്യുകയുമുണ്ടായി. ADGPയുമായി ബന്ധപ്പെട്ട് വേറെയും ആരോപണങ്ങളുണ്ട്. അതിലൊന്ന് തൃശ്ശൂർ പൂരം കലക്കി എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലാണ് തൃശ്ശൂരിൽ പൂരം നടക്കുന്നത്. തൃശ്ശൂർ പൂരം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ആഘോഷങ്ങളിലൊന്നാണ്. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമായിരിക്കുമ്പോഴും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകളും പൂരം കാണാനും അത് ആസ്വദിക്കാനും വന്നു ചേരാറുണ്ട്. ആ പൂരത്തിൻ്റെ പൊലിമയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കഴിഞ്ഞ പൂരം കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ പലതും രാഷ്ട്രീയമായിരുന്നു, പോലീസുമായി ബന്ധപ്പെട്ടതായിരുന്നു. പോലീസ് കൊണ്ടുവന്ന ചില നിയന്ത്രണങ്ങളാണ് പൂരം കലക്കൽ എന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ തീർച്ചയായും കാലങ്ങളായി നടന്നു വരുന്ന പൂരാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ADGP അജിത് കുമാറാണ്. അജിത് കുമാറിൻ്റെ ആ നിലപാട് BJPയുടെ
തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂലമായി തീരുകയും ഹൈന്ദവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുകയും ചെയ്തു എന്ന ആരോപണമാണ് ADGPക്കെതിരെ ഉണ്ടായിരുന്ന മറ്റൊരാരോപണം. സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വിവിധ പാർട്ടികൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടായി മാറിയിട്ടുണ്ട്. അങ്ങനെ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ വേണ്ടി, BJPയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ വേണ്ടി വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു അജിത് കുമാർ എന്ന സംശയം LDFിലെ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് തന്നെ പിന്നീട് ഉയർന്നിട്ടുണ്ട്. പ്രദേശത്തുകാരനായ VS സുനിൽകുമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വളരെ അപകടകരമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നും ഗൗരവതരമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നും സൂചിപ്പിക്കുകയും പ്രസ്താവിക്കുകയുമുണ്ടായി. ഇങ്ങനെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ADGP പദവിയിൽ സുരക്ഷിതനായിരിക്കുന്നത് എന്ന ചോദ്യം പല ഘട്ടങ്ങളിലായി ഉയർന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് വിപുലമായ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല? അങ്ങനെ സംശയാസ്പദമായ വിധത്തിൽ RSSുമായി ബന്ധം പുലർത്തുകയും തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കുകയും ചെയ്ത ഒരാൾ ഇടതുപക്ഷ ഭരണത്തിന് കീഴിലെ ADGP സ്ഥാനത്ത് നിന്ന് DGP റാങ്കിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ധാർമ്മിക പ്രശ്നമുണ്ട്. RSS നേതാവിനെ കാണുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആ ചോദ്യം ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ആത്യന്തികമായി ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ധാര കൂടിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി അധികാരത്തിലിരിക്കുന്ന കാലത്ത് ആ പാർട്ടിയുടെ അധികാരത്തിന് കീഴിൽ ജോലിയെടുക്കുന്ന ADGP തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി നിരന്തരം കാണുന്നു എന്നിടത്ത് വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അതൊരു ധാർമ്മിക പ്രശ്നവും കൂടിയാണ്. അതുകൊണ്ടാണ് DGPയായി ഉയർത്താനുള്ള തീരുമാനം വന്നതിന് പിറകെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സാങ്കേതികമായി അത് ശരിയായിരിക്കുമ്പോഴും രാഷ്ട്രീയമായി അത് ശരിയല്ല എന്ന്. സംസ്ഥാന സർക്കാരിന് ഇദ്ദേഹത്തിൻ്റെ DGP റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റം തടയാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. അക്കാര്യത്തിലൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ ആസ്പദിച്ചാണ് ADGPയുടെ DGP റാങ്കിലേക്കുള്ള കയറ്റമിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് അദ്ദേഹത്തെ DGPയായി ഉയർത്താനുള്ള താല്പര്യമുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെതിരായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തെ അപ്രധാന തസ്തികയിലേക്ക് മാറ്റുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായും ചുമതലകളിൽ നിന്ന് നീക്കുകയോ ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം DGPയായി ഉയർത്തിയ നടപടി ഒഴിവാക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? RSSൻ്റെ നേതാക്കളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ADGP അജിത് കുമാറിനെ സംരക്ഷിക്കണമെന്നത് ആരുടെ താല്പര്യമാണ്? അദ്ദേഹം DGP റാങ്കിലേക്ക് സർവ്വതാ യോഗ്യനാണ് എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നിർണായകമായ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഈ സമയത്ത് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.